പ്രിഫി സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ 1ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ മാഗ്നറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മാഗ്നറ്റ്സ് ധാരാളം ടൈപ്പിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. ബാർ മാഗ്നറ്റ്സ് ഉണ്ട്, അതുപോലെ യു ഷേപ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ട്, അതുപോലെ റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള റിംഗ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ബാർ മാഗ്നറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ബാർ മാഗ്നറ്റ് നമ്മൾ എടുത്താൽ അതിലെന്ത് കാണും? പോൾസ് കാണും. ഇവിടെ ഇപ്പോൾ ഈ സൈഡ് എന്താണ്? നോർത്ത് പോൾ, അതുപോലെ ഈ സൈഡ് എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. അങ്ങനെ 2 പോൾസ് കാണും ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മൾ ചാർജസ്, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ ചാർജസിനെ പറ്റി പഠിച്ചല്ലോ. അപ്പോൾ ചാർജസിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോസിറ്റീവ് ചാർജ്, ഒരു ആറ്റത്തിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട് എന്ന് നമുക്കറിയാലോ ഒരു ആറ്റത്തിൽ. അപ്പോൾ അത് ഒരു ആറ്റത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ചാർജ് മാത്രമായിട്ട് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിനെ മാത്രമായിട്ട് എടുത്ത് മാറ്റാം. അങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ആറ്റത്തിൽ നിന്നും. എന്നാൽ ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ കാര്യം പറയുമ്പോൾ അതിലെന്തുണ്ട്? നോർത്തും സൗത്തും ഉണ്ട്, പോൾസ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾക്ക് ഈ നോർത്ത് പോളിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ സൗത്ത് പോളിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാനോ അങ്ങനെ പറ്റത്തില്ല. ഒരു മാഗ്നറ്റ് എടുത്താൽ അതിലൊരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തും കാണും? ഒരു സൗത്ത് പോളും കാണും. ഓക്കെ, അപ്പോൾ അത് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. പോൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റി നിർത്താൻ പറ്റത്തില്ല. നോർത്ത് പോൾ സെപ്പറേറ്റ്, സൗത്ത് പോൾ സെപ്പറേറ്റ്, അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പോൾസിനെ പറ്റി പറയുമ്പോൾ, ഒരു ബാർ മാഗ്നറ്റിന്റെ പോൾസിനെ പറ്റി പറയുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പോൾസിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പോൾസിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാറ്റി നിർത്താൻ പറ്റില്ല. നോർത്ത് എന്ന് പറയുന്ന ഒരു ബോളെന്നോ സൗത്ത് എന്ന് പറയുന്ന മറ്റൊരു ബോളെന്നോ അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. ഒരു മാഗ്നറ്റ് എടുത്താൽ അതിന് ഒരു നോർത്ത് ബോൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു സൗത്ത് ബോളും കാണും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കിക്കുക. നമ്മൾ പോൾസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും, നോർത്ത് സൗത്ത് എന്നൊക്കെ പറയും. എന്നാൽ നമുക്ക് ഡെഫിനിഷൻ വൈസ് നോക്കിയാൽ എങ്ങനെ വരും? The attractive property of a magnet is concentrated in 2 regions near the ends. These regions are called poles of the magnet. അതായത് ഒരു ബാർ മാഗ്നറ്റ് ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ ഈ ബാർ മാഗ്നറ്റിന്റെ 2 എൻഡുകളിൽ നമ്മൾ നോക്കിയാൽ അവിടെ എന്ത് കോൺസെൻട്രേറ്റ് കാണും? അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള 2 എൻഡുകൾ കാണും. ആ 2 എൻഡുകളെ പറയുന്ന പേരാണ് പോൾസ് ഓഫ് ദ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് എ ബാർ മാഗ്നറ്റ്സ്. എന്താണ് ബാർ മാഗ്നറ്റ്സ് കൂടെയുള്ള മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ ഒരു ഇലക്ട്രോണിന് ചുറ്റും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെ പറയുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നൊക്കെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുക. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസ് ലൂപ്പ് ആണ്. നോർത്തിൽ തുടങ്ങി നോർത്തിൽ വന്ന് അവസാനിപ്പിക്കുമ്പോൾ അതൊരു ക്ലോസ് ലൂപ്പ് ആവുന്നു. അപ്പൊ നമുക്ക് പറയാം എന്താണിത്? കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്പ് ആണ്. അപ്പൊ നോർത്തിൽ തുടങ്ങി ഒരു കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്പ് ആയിട്ട് വന്ന് നോർത്തിൽ തന്നെ അവസാനിക്കുന്നു. എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് the direction of magnetic field line is from north to south. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു മാഗ്നറ്റിന് എന്താണ് ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ മാഗ്നറ്റിന് വെളിയിൽ നമ്മൾ നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് പോകുന്നത്. ഒരു മാഗ്നറ്റിന് ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന് വെളിയിൽ നമ്മൾ നോക്കിയാൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്.
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. ഒരു മാഗ്നറ്റിന് ഔട്ട്സൈഡ് അല്ലെങ്കിൽ വെളിയിൽ നമ്മൾ പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. എന്നാൽ ഒരു മാഗ്നറ്റിന്റെ ഉൾവശം നമ്മൾ നോക്കിയേ, ഇൻസൈഡ് ദ മാഗ്നറ്റ് നോക്കിയേ, അപ്പോൾ അവിടുത്തെ ഡയറക്ഷൻ മാറും. സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് ഒരു മാഗ്നറ്റിന്റെ ഉൾവശത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഒരു മാഗ്നറ്റിന് വെളിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ അത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. എന്നാൽ ഒരു മാഗ്നറ്റിന്റെ അകത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കല്ലേ. അപ്പോൾ ഇൻസൈഡ് ദ മാഗ്നറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് എന്നാവും. ഇൻസൈഡ് ദ മാഗ്നറ്റിന്റെ ഉള്ളിൽ പറയുമ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ. ഔട്ട്സൈഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ ഔട്ട്സൈഡ് നോർത്ത് സൗത്ത്, ഇൻസൈഡ് സൗത്തിൽ നിന്ന് നോർത്ത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത് നോക്കാം. The tangent drawn to the field line at any point gives the direction of എന്താണ് magnetic field at that point. അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫീൽഡ് ലൈൻ ഇവിടെ കൺസിഡർ ചെയ്തല്ലോ. ഇവിടെ ഞാൻ ഈ ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ഈ ഭാഗത്തായിട്ട് ഞാനൊരു ടാൻജന്റ് വരച്ചു. ടാൻജന്റ് വരയ്ക്കാൻ അറിയാലോ, സർക്കിളിലൊക്കെ ടാൻജന്റ് വരച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ടാൻജന്റ് കാണിക്കുന്ന പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ഡയറക്ഷൻ ആയിരിക്കും? ആ പോയിന്റിലുള്ള എവിടെയാണോ നമ്മൾ ടാൻജന്റ് വരച്ചത് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും നമ്മൾ ഈ ടാൻജന്റ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടായിരിക്കും എന്താ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. ദ ടാൻജന്റ് ഡ്രോൺ ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? ടു മാഗ്നറ്റിക് ഫീൽഡ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അപ്പോൾ അതെന്താണ് പറയുന്നത്? രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ഫീൽഡ് ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചോ. ഈ ഫീൽഡിൽ നിന്ന് ഞാനിപ്പോൾ ടാൻജന്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ടാൻജന്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടി. ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ അതിന് ടാൻജന്റ് വരച്ചു. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് ടാൻജന്റ് അതേ പോയിന്റ്, ആ ഇന്റർസെക്ട് ചെയ്ത അതേ പോയിന്റിൽ നിന്ന് ഞാനൊരു ടാൻജന്റ് വരച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്? ഒരു പോയിന്റിൽ തന്നെ ഈ നമ്മളെ ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ഉണ്ടോ, രണ്ടും കൂടെ കൂട്ടിമുട്ടി ഈ പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടി? മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ കിട്ടി. അതൊരിക്കലും പോസിബിൾ ആവത്തില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഒരിക്കലും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തില്ല എന്ന് നമുക്ക് അന്ന് പറയാം. ഓക്കെ, അതാണ് നാലാമത്തെ പോയിന്റ്. നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോവാം. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ഇപ്പൊ ഇവിടെ നോക്കുക, ഞാനിപ്പോ ഇവിടെ ഞാൻ ഈ സെക്ഷനാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ആ സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന വെറും ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. എന്നാൽ ഈ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്? 3 മാഗ്നറ്റിക് ഫീൽഡ്, 1, 2, 3 മാഗ്നറ്റിക് ഫീൽഡോളം ഈ ഏരിയയിൽ കൂടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഏരിയയിൽ ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റീജിയനിൽ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും, മോർ സ്ട്രോങ് ആയിരിക്കും. ഈ റീജിയൻ നമ്മൾ എടുത്താൽ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഈ റീജിയനിൽ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും 5 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്സ് ആണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസ്ഡ് ലൂപ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന് വെളിയിൽ നമ്മൾ നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ടാൻജന്റ് ഡ്രോൺ ടു ദ ഫീൽഡ് ലൈൻ. നമ്മൾ ആ ഫീൽഡ് ലൈന് വരയ്ക്കുന്ന ടാൻജന്റ് എന്തിന്റെ ഡയറക്ഷൻ ആയിരിക്കും തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മളിപ്പോൾ ഈ പോയിന്റിലാണ് ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും ആ ടാൻജന്റ് പോയിന്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. എന്തുകൊണ്ടാണ്? രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്തില്ല. അങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ എന്താണ്? ഇഫ് ദേ ഇന്റർസെക്ട്, അങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ
there are two different direction of magnetic field line at that point. അപ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ടാൻജന്റ് വരച്ചപ്പോൾ ഇങ്ങോട്ടാണ് കിട്ടിയത്. മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതിന് ടാൻജന്റ് വരച്ചപ്പോൾ ഇങ്ങോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഒരു പോയിന്റ് തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഇഫ് ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ then the magnetic field will be stronger and vice versa. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ കൂടി കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡുകൾ പാസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം ആ സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ എന്താണ് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് കാണും. കാരണം മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ അളവ് ഒരു ഏരിയ നമ്മൾ എടുക്കുമ്പോൾ അവിടെ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ആ ഏരിയയിൽ ഉള്ളത് എന്ന കാര്യമാണ് അതൊന്നും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.